വയനാട്ടിലെ കായിക മേഖലയ്ക്ക് മുതൽക്കൂട്ടായി കൽപ്പറ്റയിലെ ഓംകാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം ഇന്ന് നാടിന് സമർപ്പിക്കും. കിഫ്ബിയിൽ നിന്ന് 42 കോടി രൂപ ചെലവിട്ടാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയം പണികഴിപ്പിച്ചത്. വയനാടിന്റെ കായിക മേഖലയ്ക്ക് പുതിയ സ്വപ്നങ്ങൾ നൽകുകയാണ് CK ഓംകാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ 13 കായിക ഇനങ്ങൾ ഒന്നിച്ച് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. 3000 പേരെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് 42 കോടി രൂപ ചെലവിൽ ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ നിലയിൽ ഇവിടെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ മത്സരങ്ങളും മറ്റൊക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് സ്റ്റേഡിയങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ 3 കിലോമീറ്റർ ചുറ്റളവിൽ കൽപ്പറ്റയുടെ കേന്ദ്രത്തിൽ തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ദേശീയ ഗെയിംസ് നടത്താൻ വേണ്ടി കഴിയുന്ന അടിസ്ഥാന സൗകര്യം വയനാട് ജില്ലയിൽ മാത്രം വരികയാണ്. ഇതാണ് ഇൻഡോർ സ്റ്റേഡിയത്തോടനുബന്ധിച്ച് നിർമ്മിച്ചിരിക്കുന്ന ആധുനിക ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ. ദേശീയ അന്തർദേശീയ മത്സരങ്ങളടക്കം നടത്താവുന്ന തരത്തിലാണ് ഈ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. 50 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള സ്വിമ്മിംഗ് പൂളാണ്. ഭാവിയിൽ വയനാട്ടിൽ ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലുള്ള നീന്തൽ മത്സരങ്ങളടക്കം നടത്താൻ ഈ സൗകര്യം പര്യാപ്തമാണ്. ഇത് ഇൻഡോർ സ്റ്റേഡിയത്തിലെ പ്രാക്ടീസ് പൂളാണ്. നീന്തൽ മത്സരങ്ങൾക്ക് മുന്നോടിയായി പരിശീലനം നടത്താനുള്ള പൂളാണ്. അതോടൊപ്പം പ്രാദേശികമായി ഇവിടുത്തെ ആളുകൾക്ക് നീന്തൽ പരിശീലനത്തിനുള്ള സൗകര്യം ഒരുക്കാനും സ്പോർട്സ് കൗൺസിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രാക്ടീസ് പൂളും ഒളിമ്പിക് പൂളുമുള്ള ഇൻഡോർ സ്റ്റേഡിയം കേരളത്തിൽ രണ്ടാമത്തതായി വയനാട് ജില്ല മാറുകയാണ്. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ 11 ഇൻഡോർ ഗെയിംസ് നമുക്ക് ഇതിനകത്ത് വെച്ച് നടത്താൻ വേണ്ടി കഴിയും. വിശാലമായ സൗകര്യമാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന് ഉള്ളിലുള്ളത്. ഇവിടെ 3 ഷട്ടിൽ ബാഡ്മിൻ്റൺ കോർട്ടുകൾ, 3 ടേബിൾ ടെന്നീസ് കോർട്ടുകൾ, ബാസ്കറ്റ്ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, റെസ്ലിംഗ്, ജൂഡോ തുടങ്ങിയവയ്ക്കുള്ള സൗകര്യം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് ഒരുങ്ങുന്നത്. നമ്മുടെ കൽപ്പറ്റയിലെ വിവിധ പ്രദേശത്തുള്ള ആളുകൾക്ക് അവർക്ക് കളിക്കാനും അതുപോലെ തന്നെ നീന്തൽ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് ഇതിൽ നിന്ന് തന്നെ വരുമാനം കണ്ടെത്തി റൺ ചെയ്യുക എന്നുള്ളതാണ് സ്പോർട്സ് കൗൺസിൽ എന്ന നിലയ്ക്ക് പ്രാഥമികമായി കണ്ടിട്ടുള്ളത്. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കോട് കൂടിയ MK ജിനചന്ദ്രൻ സ്മാരക ജില്ലാ സ്റ്റേഡിയത്തിന് പുറമെയാണ് കൽപ്പറ്റയിൽ തന്നെ പൂർണ്ണ സജ്ജമായ ഒരു ഇൻഡോർ സ്റ്റേഡിയം കൂടി വരുന്നത്. 2 സ്റ്റേഡിയങ്ങളും വയനാടിൻ്റെ കായിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന ഉറപ്പാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.